അധ്യായം 21 ഉണർവും മറ്റ് അവസ്ഥകളും സിദ്ധന്മാരുടെ തത്വങ്ങൾക്കനുസൃതമായ അവസ്ഥകളുടെ തെളിവ്. ജാഗ്രത്, ഉണർവ്. സ്വപ്നം, സുഷുപ്തി, സ്വപ്നരഹിതമായ ഉറക്കം. ദുരിയം, ഞാൻ സംരക്ഷിക്കുന്ന അവസ്ഥ. പരം നാലിന്റെയും ഏറ്റവും ഉയർന്ന അവസ്ഥ. ജാഗ്രത് എന്ന ശക്തി നെറ്റിഭാഗത്ത് പ്രകടമാകുന്നു. സ്വപ്നാവസ്ഥ കാണുന്ന സ്ഥലത്തും സുഷുപ്തി ഹൃദയത്തിലുമാണ്. ദുരിയം നാവിസ്ഥാനത്തിലും പരമം പ്രാഥമിക പ്രഭാവലയത്തിലും വികസിക്കുന്നു. 2. ഇക്കാര്യത്തിൽ രണ്ടാം അധ്യായത്തിൽ കാണുന്നതുപോലെ ശഭപതി സ്വാമികൾ നൽകിയ പരിശീലനം ശ്രദ്ധിക്കേണ്ടതാണ്. സിദ്ധശക്തി മുകളിലെ സ്ഥലങ്ങളിലൂടെ മുകളിലേക്ക് നയിക്കണം. മൂലാധാരത്തിലെത്തി പടിഞ്ഞാറൻ ദിശയിലുള്ള പര്യന്തമത്തിലെത്തണം. വീണദണ്ഡത്തിലയിൽ സ്ഥിതി ചെയ്യുന്ന നാഡിയിലൂടെ. അതുപോലെ ശ്രീലളിതാ സഹസ്രനാമത്തിൽ സാധകൻ വിശുദ്ധിചക്രത്തിൽ നിന്ന് ആരാധിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. ക്രമേണ അനാഹതം, മണിപൂരം, സ്വാധിഷ്ഠാനം, മൂലാധാരം എന്നിവയിലെത്തി തുടർന്ന് നേരിട്ട് ആജ്ഞാചക്രത്തിലേക്ക്, അതായത് പടിഞ്ഞാറൻ പാതയിൽ പുരികങ്ങളുടെ മധ്യത്തിലേക്ക് എത്തുന്നു. 3. യോഗസുതമനയുപനിഷത്ത് എല്ലാ ജീവജാലങ്ങളുടെയും ജഗൃതവസ്ഥ പ്രണവത്തിന്റെ അഗരത്തിൽ കണ്ണിൽ സ്ഥാപിച്ചിരിക്കുന്നു. സ്വപ്നാവസ്ഥ കാണ്ഡസ്ഥാനത്തിലും ഹൃദയത്തിന്റെ സുഷുപ്തി മഹാരത്തിലും സ്ഥാപിച്ചിരിക്കുന്നു. വിരാടം സ്ഥൂലബ്രഹ്മത്തിന്റെ അഗരത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഹിരണ്യഗർഭം സൂക്ഷ്മബ്രഹ്മത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. പ്രജ്ഞ കാരണശരീരത്തിന്റെ ആകെത്തുകയിൽ സ്ഥാപിച്ചിരിക്കുന്നു. യഥാക്രമം അവ രജസ്, തമ, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ ഗുണങ്ങളെ പ്രതിനിധീകരിക്കുന്നു. 4. മണ്ഡല ബ്രാഹ്മണ പനിഷത്ത് ഭാഷ്യം. ഉണർന്നിരിക്കുന്ന നിമിഷം നിർത്തി ഉറക്കം ആരംഭിക്കുന്നതുപോലെ ഉറക്കത്തിന്റെയും ഉണർവിന്റെയും നിമിഷം അറിയുന്നവൻ ബ്രഹ്മത്തെ അറിയുന്നു. ഗതോപനിഷത്ത് സാരുധി. ഉറക്കത്തിലും ഉണർന്നിരിക്കുന്ന സമയത്തും നമുക്ക് വസ്തുക്കളുടെ സംവേദനം നൽകുന്നത് പരമബ്രഹ്മമാണെന്ന് അറിയുന്ന വിധവ ദുഃഖിക്കുന്നില്ല. ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ അവൻ മനസ്സിലൂടെയും ഇന്ദ്രിയങ്ങളിലൂടെയും കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ ഇന്ദ്രിയങ്ങൾ വിശ്രമിക്കുന്നു. ഗാഢനിദ്ര ഉണ്ടാകുന്നു. അതിനുശേഷം മാത്രമേ ഉറക്കത്തിന്റെ അവസ്ഥ വരുന്നുള്ളൂ. ഗാഢനിദ്രയിൽ പ്രവേശിക്കുമ്പോൾ ഒരാൾ പരമബ്രഹ്മവുമായി ഒന്നാകുന്നു. എന്നിരുന്നാലും ശരീരത്തിന്റെ ബന്ധനം കാരണം അവൻ തമസിന്റെ സ്വാധീനത്തിന് വിധേയനാകുന്നു. ശരീരമടയുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ഉറക്കത്തിന്റെ അവസാനം സ്വപ്നാവസ്ഥ പ്രത്യക്ഷപ്പെടുന്നു. അതിൽ ആത്മാവ് സന്നിഹിതനാണ്. മനസ്സ് ഉറക്കത്തിനും യോഗസമാധിക്കുമിടയിൽ ഒരുതരം സമാധിയുണ്ട്. രണ്ടിലും മനസ്സ് വിശ്രമിക്കുന്നു. അത് ആത്മാവിനുള്ള മോചനമാണ്. ഉറക്കത്തിൽ മനസ്സ് വിശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊരണുവോളം പോലും നിലനിൽക്കുന്നു. അത് മോചനത്തെ തടസ്സപ്പെടുത്തുന്നു. മനസ്സ് വിശ്രമിക്കുന്നുണ്ടെങ്കിലും ഗുണങ്ങൾ ഇപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നു. യോഗസമാധിയിൽ തിന്മയുടെയും ഗുണങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യപ്പെടുകയും മനസ്സ് ഒരു വ്യത്യാസവുമില്ലാതെ വിശാലമായ ബ്രഹ്മത്തിന്റെ രൂപത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. അതിനാൽ ദ്വന്ദ്വപാപം നീക്കം ചെയ്യപ്പെടുകയും മോചനം നേടുകയും ചെയ്യുന്നു. ഇസ്ലാമിലും സിദ്ധയിലും ഇതുതന്നെയാണ് സ്ഥിതി. ജയിലിലുള്ള ഒരു തടവുകാരനോ മഹാനായ രാജാവോ ആകട്ടെ, അവർ അവരുടെ ബന്ധനങ്ങളിൽ നിന്നും ഉറക്കത്തിൽ നിന്നും മോചിതരാകുന്നു. ജ്ഞാനിയും ആ അവസ്ഥയിൽ ഉണർന്നിരിക്കുന്നു. 5. മുകളിൽ നമ്മുടെ മുതിർന്നവർ വിവരിച്ച ഉറക്കത്തിന്റെ സ്വഭാവം മനസ്സന്വേഷിക്കുന്നതിന്റെ പാശ്ചാത്യ പാരമ്പര്യവുമായി ഏറെക്കുറെ സമാനമാണ്. നിർദ്ദേശിച്ച യാന്ത്രിക നിർദ്ദേശ രീതിയിൽ ഒരാൾ ആഗ്രഹിക്കുന്ന കാര്യം ചോദിക്കുകയും ഉറക്കം വരുന്നതുവരെ ഒരേ വാചകം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും വേണം. ആദ്യം അവൻ അവരുടെ മാനസിക പ്രക്ഷോഭത്തെ പൂർണ്ണമായും ശാന്തമാക്കുകയും അവരോട് കിടക്കാൻ പറയുകയും ചെയ്യും. സംസാരിക്കാത്തതിനാൽ രോഗി ക്ഷമ നഷ്ടപ്പെടുന്നതുപോലെയാണ് കാമം, കോപം തുടങ്ങിയ ദോഷകരമായ മാനസിക വൈകല്യങ്ങളെ നേരിടുന്നതിനു പകരം അവൻ അവയെ മാറ്റി നിർത്തി മനസ്സിനെ ശാന്തമാക്കി ഈ ചികിത്സ ആരംഭിക്കുന്നു. ഗീതയിൽ ബസു പറയുന്നതുപോലെ മനസ്സ് ശാന്തമായാൽ സന്തോഷം വന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരും. ഏതെങ്കിലും സുഖം തേടി ഒരാൾ ഉറങ്ങാൻ പോയാൽ ഉറക്കം നന്നായി വരും. അഭ്യർത്ഥനകൾ നിറവേറ്റപ്പെടും. കാമം, കോപം തുടങ്ങിയ സംസ്കാരങ്ങളും ലജ്ജ, ഭയം തുടങ്ങിയ സംസ്കാരങ്ങളുമാണ് മനസ്സിന്റെ പിരിമുറക്കത്തിന് കാരണമെന്ന് തോന്നുന്നു. ഈ ഗുണങ്ങളെ സമീകരിക്കുകയും സദ്ഗുണം വികസിപ്പിക്കുകയും ചെയ്യുന്ന പ്രക്രിയ 9-ാം അധ്യായം 6-ാം ഖണ്ഡികയിൽ വിവരിച്ചിരിക്കുന്നു. 6. കൈലായതന്മാർ സ്വപ്നങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഉണർന്നിരിക്കുന്ന ജീവിതത്തിൽ ചെയ്യുന്നതുപോലെ നല്ലതിനും ചീത്തയ്ക്കും വേണ്ടിയാണെന്ന് കരുതുന്നു. പൊതു അടിച്ചമർത്തം, ദേശീയ നാഗരികത, രാജകീയ ശിക്ഷയെക്കുറിച്ചുള്ള ഭയം മുതലായവ കാരണം ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നിലനിർത്തപ്പെടുന്നവർ
സ്വപ്നാവസ്ഥയിൽ മനസ്സ് സ്വയം പോകുന്നതായി തോന്നുന്നു. അതിനാൽ സ്വപ്നാവസ്ഥ വളരെ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുന്നത് ശുഭകരമാകും. 7. ഇതിനായി നീൽ പ്രത്യാർ അവർ നിർദ്ദേശിച്ച ആചാരം പരാമർശിച്ചിട്ടുണ്ട്. ഉറങ്ങാൻ സമയമായാലുടൻ പുറത്തുപോയി കാലുകൾ കഴുകി ആ രാജ്യത്ത് സിംഹാസന എന്ന സ്ഥാനത്ത് ഉറങ്ങുക. അതായത് ശരീരം വലതുവശത്ത് വെച്ചുകൊണ്ട് യജ്ഞം ജപിക്കുക. കാലുകൾ നീട്ടി ഇടതുകാൽ കാലിനു മുകളിൽ നീട്ടുക. പിന്നെ സ്വച്ഛ തേജോമയി ധ്യാനം ചെയ്ത് ഉറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കൊരു തരത്തിലുള്ള ഇരുണ്ട മനസ്സും ഉണ്ടാകില്ല. മഹത്തായ പഠിപ്പിക്കലുകളെ ശ്രദ്ധാപൂർവ്വം ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ഉറങ്ങാൻ പോയാൽ പാപചിന്തകൾ ഉണ്ടാകില്ല. ഉറക്കസമയവും പരിശീലന സമയമായി മാറും. ഉറക്കം വരുന്നതുവരെ നിങ്ങളുടെ മനസ്സ് നിങ്ങൾ നിശ്ചയിച്ച പാതയിൽ ഉറങ്ങാൻ പോകുകയും ഗുണങ്ങൾ നൽകുകയും ചെയ്യും. 8. നീൽ പ്രതിയാർ പരാമർശിച്ച ആചാരം നമ്മുടെ സിദ്ധന്മാരും ഉയർന്ന രാജ്യത്തെ മഹാനായ ഋഷിമാരും അംഗീകരിച്ചതാണ്. എന്നിരുന്നാലും ഒരു വശത്ത് നീലപ്രത്യ പറഞ്ഞത് മറ്റു മഹാഋഷിമാരുടെ ആചാരത്തിന് വിരുദ്ധമാണ്. ശരിയായ മതമനുസരിച്ച് ഇടതുകാൽ താഴ്ത്തിയും ഇടതുവശം താഴേക്ക് അഭിമുഖീകരിച്ചും ഉറങ്ങുന്നതാണ് നല്ലതെന്ന് ഞാൻ പറയാൻ ധൈര്യപ്പെടും. ഇത് നല്ല സദ്യകളും ശാസ്ത്രങ്ങളിലെ വിദഗ്ധരും പഠിക്കണം. 9. ഉറക്കത്തെക്കുറിച്ചുള്ള അറിവ് യോഗസിദ്ധി നൽകുന്നു എന്ന പതഞ്ജലിയുടെ യോഗസൂത്രത്തിന്റെ വിശദീകരണം സാധകൻ ധ്യാനിക്കുകയും ദിവ്യരൂപം സ്വപ്നത്തിൽ അവന് ഒരു ദർശനം നൽകുകയും ചെയ്യുന്നുവെന്നും ഉണർന്നിരിക്കുന്ന ജീവിതത്തിൽ മൂർത്തിയുടെ ആ രൂപം ഓർമ്മിക്കുന്നതിലൂടെ അയാൾ സിദ്ധി നേടുന്നുവെന്നുമാണ്. പരഗതി നേടി ഉയർന്ന ലോകങ്ങളിൽ അലന്നു നടക്കുന്ന സദ്വൃത്തർ കൽമനിദ്രയിൽ വന്ന് ചൈതന്യത്തിനാവശ്യമായ മന്ത്രങ്ങൾ സാധകന് നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. 1912, 1913 വർഷങ്ങളിൽ മഹാനായ ഗണിതശാസ്ത്രജ്ഞനായ പരേതനായ പ്രൊഫസർ രാമാനുജനെ ഞാൻ പലപ്പോഴും കണ്ടുമുട്ടി. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഗണിതശാസ്ത്രപരമായ ബുദ്ധിശക്തിയോടെ എനിക്കിത്രയും നന്ദി തോന്നിയിട്ടില്ല. കയ്യാട്ടിലെ അപൂർവ ജനന സംഭവങ്ങൾ ഒരു പുസ്തകത്തിൽ എഴുതിവയ്ക്കാനും അത് അനുഷ്ഠിക്കാനും ആരെങ്കിലും അന്വേഷിച്ചപ്പോൾ സിദ്ധിക്കുതേലം നിദ്രയിൽ നരസ മഹോപാസകരുടെ ഭക്തർ രക്തസ്രാവം കാണുന്നത് താനും തന്റെ പൂർവികരും കണ്ടിട്ടുണ്ടെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അത്തരം രക്തബിന്ദുക്കളെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ വിരിച്ചിരിക്കുന്ന നിരവധി പുതിയതും അത്ഭുതകരവുമായ ഉയർന്ന ഗണിത വിശകലനങ്ങളും കയ്യാട്ട് ചുരുളുകളും അദ്ദേഹം കാണുമായിരുന്നു. റാം, നീ ഉണരുമ്പോൾ നിനക്ക് ഓർമ്മിക്കാൻ കഴിയുന്നത്രയും ഒരു നോട്ട്ബുക്കിൽ എഴുതിവെക്കൂ. ഇത് ദൈവകൃപയുടെ ഒരു വിചിത്രമായ പ്രവൃത്തിയല്ലേ? ഒരു ഉയർന്ന ഗണിത പാഠമുണ്ടാകട്ടെ. സാധാരണക്കാർക്ക് പോലും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ ശരിയായ പരിഹാരം ഉടനടി ദൃശ്യമാകുന്നില്ലെങ്കിൽ അത് മാറ്റിവെക്കാവുന്ന ഒരു കടലാസു കഷ്ണമാണ്. അങ്ങനെ അവർക്കുറങ്ങാനും അടുത്ത ദിവസം അത് നോക്കാനും കഴിയും. നമ്മുടെ ആത്മശക്തി ഉറക്കത്തിൽ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുവെന്നും ശരിയായ പരിഹാരം അടുത്ത ദിവസം സ്വയം പ്രത്യക്ഷപ്പെടുന്നുവെന്നും പലരും അനുഭവിച്ചിട്ടുണ്ട്. 10. 3-ാം അധ്യായത്തിന്റെ 9-ാം ഖണ്ഡികയിൽ പരാമർശിച്ചിരിക്കുന്ന സർ ജെയിംസ് ജീൻസിന്റെ തത്വം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകാം. ഉയർന്ന ഗണിത പ്രവർത്തനങ്ങൾ സത്യങ്ങൾ തെളിയിക്കാൻ നല്ലതാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ശ്രീരാമാനുജന്റെ ഉയർന്ന ഗണിതശാസ്ത്രത്തെ പിന്തുടർന്ന് സർ ജെയിംസ് ജീൻസിന് ഇതിനു മറ്റൊരു ഉദാഹരണം നൽകാൻ കഴിയും. രഹസ്യമായി ചെയ്താൽ നിങ്ങൾ 7 ദിവസത്തിനുള്ളിൽ അമർത്യനാകും. 70 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അസുരന്മാരെ പോലും വർദ്ധിപ്പിക്കുന്ന ശക്തി ലഭിക്കും. 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാ രോഗങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. 3 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് 7 സമുദ്രങ്ങളുടെ ശക്തി ലഭിക്കും. ഇതു നേടിയാൽ നിങ്ങൾക്ക് എല്ലാ ലോകങ്ങളുടെയും ശക്തിയെ ആരാധിക്കാൻ കഴിയും. ഈ രീതിയിൽ മറ്റു തത്വധാരണകൾ, ഇന്ദ്രിയദാന ഗുളികകൾ മുതലായവ മാലിനി വിജയ പറഞ്ഞിട്ടുണ്ട്. 11. കഠിനമായ കേസുകൾക്ക് കൈലായ രീതി അനുസരിച്ച് നീലപ്രതിയാർ ഒരു അഭ്യാസം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ നഗ്നരായ സാധുക്കൾക്ക് തരിശുഭൂമിയുടെ മഞ്ഞുമൂടിയ അഗ്രത്തിൽ സുഖമായിരിക്കാം. ഈ ദീക്ഷ സ്വീകരിച്ച ഒരാൾ കമ്പിളിയോ കട്ടിയുള്ള പുസ്തകമോ ഉപയോഗിക്കരുത്. ആദ്യത്തെ അഭ്യാസം ഗുരുവിന്റെ മേൽനോട്ടത്തിൽ പരിശീലിക്കണം. തുടർന്ന് ഒരാൾ മലയിലെ ഒരു അഴഞ്ഞൊഴിഞ്ഞ ഉയർന്ന സ്ഥലത്ത് പോകണം. ഒരാൾ അതിരാവിലെ എഴുന്നേറ്റ് സൂര്യോദയത്തിനു മുമ്പ് പരിശീലനം പൂർത്തിയാക്കണം. ഒരാൾ പത്മാസനത്തിലോ നിവർന്ന് നിൽക്കുന്ന സുഖാസനത്തിലോ ഇരിക്കണം. ഒരാൾ തള്ളവിരൽ, ചൂണ്ടുവിരൽ എന്നിവ നീട്ടി മറ്റു 2 വിരലുകൾ കൈപ്പത്തിയിൽ മടക്കി കൈകൾ കാൽമുട്ടികളിൽ വെക്കണം. പ്രാണായാമം വഴി വായു ശുദ്ധീകരിക്കുകയും രേശകത്തിനാൽ കാമം, ക്രോധം, അലസത തുടങ്ങിയ ദുർഗുണങ്ങളെ പുറത്താക്കുകയും രാം എന്ന അഗ്നിബീജം അതിന്റെ എല്ലാ ശുദ്ധമായ സത്യയോടും കൂടി കുടിക്കുകയും വേണം. അതിനു പുറമെ മഹാരാം, അതിൽ അവൾ പ്രത്യക്ഷപ്പെടും. രാമൻ എന്ന അഗ്നിസാരിയായി ഉപയോഗിച്ചാൽ എന്തും കത്തിക്കാമെന്ന് പല മതഗ്രന്ഥങ്ങളും പറയുന്നു. അപ്പോൾ നിങ്ങൾ ആ ദേവതയായി മാറുകയും നാഭിയിൽ അഘാരിയും തലയിൽ ഹഘാരിയും നടത്തുകയും ചെയ്യും. പ്രാഹു പതുക്കെ അടിഭാഗം വരെ പടരുന്ന ഒരു പൂരകം ചെയ്യുകയും നാഭിതാമരയുടെ അഘാരയിൽ ഒരു ചരട് പോലെയുള്ള ഒരു ചെറിയ പന്തുപോലെ തോന്നിക്കുന്ന അഗ്നി തിരുകുകയും ചെയ്യും. ഓരോ പൂരകത്തിലും ആസനി വികസിപ്പിക്കുകയും തുടർന്ന് ശ്വാസം നേരെ നിർത്തി അഗ്നി ശരീരത്തിന്റെ മധ്യത്തിൽ വ്യാപിപ്പിക്കുകയും ചെയ്യും. പ്രാഹു രേശകപൂരകത്തിന്റെ കുംഭകങ്ങൾ മാറി മാറി അനുഷ്ഠിക്കുകയും അഗ്നിയെ ഏകസ്വരത്തിൽ ധ്യാനിക്കുകയും ചെയ്യും. തണുപ്പ് മാറുകയും
ചൂടുവരുകയും ചെയ്യും. ഡി. പിന്നെ സാവധാനം അഗ്നിയെ ധ്യാനിച്ചുകൊണ്ട് അനുഷ്ഠാനം പൂർത്തിയാക്കുക.